നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സ്പോർട്ടിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ലയണൽ മെസ്സി പറഞ്ഞിരുന്നു, യൂറോപ്പിൽ തൻ്റെ കരിയർ മുഴുവനായും ബാഴ്സയിൽ കളിക്കാനാണ് താൻ ആഗ്രഹിച്ചിരുന്നത്. അവിടം വിട്ട് പോരേണ്ടി വന്നതിൽ, അവിടം വിട്ട രീതിയിലൊക്കെ തനിക്ക് വലിയ സങ്കടമുണ്ട്, വലിയ ദുഃഖമുള്ള നിമിഷമാണത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ പക്ഷേ ജോൻ ലാപ്പോർട്ട പറയുന്നു, അന്നത്തെ പ്രസിഡന്റ് ജോൻ ലാപ്പോർട്ട ഇന്നത്തെയും പ്രസിഡൻ്റാണ്, അദ്ദേഹം പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും മെസ്സിയുടെ പോക്കിൽ എനിക്ക് ഖേദമൊന്നുമില്ല. കാരണം ബാഴ്സ എന്ന് പറയുന്ന ക്ലബ്ബ് ഏതൊരു താരത്തേക്കാളും വലുതാണ്. അത് മെസ്സി എന്നല്ല, ഏത് താരത്തേക്കാളും വലുതാണ് ക്ലബ്ബാണ് വലുത്. അന്ന് അങ്ങനെയേ നടക്കുമായിരുന്നുള്ളൂ. ഇതാണിപ്പോൾ അദ്ദേഹം കാറ്റലൂണിയ റേഡിയോയോടുള്ള അഭിമുഖത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്നൊക്കെ അദ്ദേഹം പറയുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്, അത് ഏത് രീതിയിലാണെങ്കിലും ലയണൽ മെസ്സിയുടെ ഡിപ്പാർച്ചറിൻ്റെ കാര്യത്തിൽ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. മെസ്സി പോയതിൽ എനിക്കൊരു ഖേദവുമില്ല. കാരണം ബാഴ്സ ഈസ് എബവ് എനിവൺ എൽസ്. ബാഴ്സ ഏതൊരാളെക്കാളും ഉയരത്തിലാണ്. തീർച്ചയായിട്ടും മെസ്സിയുടെ പോക്ക് നമ്മൾ ആഗ്രഹിച്ചതല്ല, നമുക്കതല്ല വേണ്ടിയിരുന്നു. പക്ഷേ ആ സമയത്ത് അതല്ലാതെ മറ്റ് വഴിയുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഇൻ ദാറ്റ് മൊമെൻറ്റ്. കാറ്റലോണിയ റേഡിയോയോട് അദ്ദേഹം പറയുകയാണ്, മെസ്സി നിലനിർത്തുക എന്നത് അപ്പോൾ പോസിബിൾ ആയിരുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചതല്ലെങ്കിലും. പിന്നെ അങ്ങനെ മെസ്സി പോയി എന്നുള്ളതിൽ എനിക്ക് വലിയ ഖേദമൊന്നുമില്ല. കാരണം ബാഴ്സയാണ് എല്ലാറ്റിനേക്കാളും വലുത്. ഇതാണിപ്പോൾ ലാപ്പോർട്ടയുടെ സ്റ്റാൻഡ്. നമുക്കറിയാമല്ലോ, അന്ന് ആ ഇലക്ഷൻ്റെ സമയത്തൊക്കെ മെസ്സിയെ താൻ നിലനിർത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടൊക്കെ പിടിച്ചിട്ട് മെസ്സി നിലനിർത്താൻ ജോൻ ലാപ്പോർട്ടയ്ക്ക് കഴിഞ്ഞില്ല. അതോടുകൂടി ബാഴ്സ ബോർഡുമായിട്ടുള്ള, നിലവിലെ ബോർഡുമായിട്ടുള്ള ലിയോ മെസ്സിയുടെ ബന്ധം അത്ര മികച്ചതല്ല എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ മെസ്സി ക്യാമ്പ് നൗ ഒന്ന് സന്ദർശിച്ചു പോയപ്പോഴേ ഉള്ള ഓളം ഒന്ന് നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് ലാപ്പോർട്ട പറയുന്നുണ്ട്, ഞാൻ വലിയ സന്തോഷത്തിലാണ് മെസ്സി ക്യാമ്പ് നൗവിലൊന്ന് വന്നു പോയതിൽ. ബട്ട് നോ, ഞങ്ങൾക്കറിയില്ലായിരുന്നു അദ്ദേഹം വരുന്നുണ്ട് എന്ന്. ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്, അത് അദ്ദേഹത്തിനും അറിയാം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫെയർവെല്ല് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത് എന്നുകൂടി ജോൻ ലാപ്പോർട്ട പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ജോൻ ലാപ്പോർട്ട ലിയോ മെസ്സിക്ക് ഒരു വലിയ ഫെയർവെല്ല് കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് കാരണം നമുക്കറിയാം, 2026 ബാഴ്സയുടെ എലക്ഷൻ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ഗിമ്മിക്കുകളും നമ്മൾ പ്രതീക്ഷിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.